അതാ നെയ്യുണ്ടാകാറുണ്ട്, അതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകാറുണ്ട്. അത് നിനക്ക് അതാ അവസാനം രാത്രി അതേ അവസ്ഥയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇടജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ, നിന്റെ ഉറക്കം ഇബാദത്താകണോ? നിനക്ക് സ്വർഗ്ഗം കിട്ടാൻ നിന്റെ ഉറക്കം ഒരു കാരണമാകണോ? നീ ഉറങ്ങുന്ന സമയത്ത് നിന്റെ ഉറക്കം അതാ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ നിനക്ക് വേണോ? അതാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. البراء ابن عازب رضي الله تعالى عنه قال قال النبي صلى الله عليه وسلم إذا أتيت مضجعك فتوضع وضوءك للصلاة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇബാദത്തിന്റെ കൂലി വേണോ? ഇബാദത്തിന്റെ കൂലി വേണോ? നിന്റെ ഉറക്കം കാരണം നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, താങ്കളുടെ വിരിപ്പിലേക്ക് ഉറങ്ങുന്നതിനായി ചെല്ലാൻ ഉദ്ദേശിച്ചാൽ നമസ്കാരത്തിന് വുളൂ ചെയ്യുന്നത് പോലെ നീ വുളൂവെടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നീ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുന്നത് പോലെ ഉറങ്ങുന്നതിന് വേണ്ടി നീ തയ്യാറായി കഴിഞ്ഞാൽ, കിടപ്പറയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നീ വുളൂവെടുത്തിട്ട് വേണം പോയി കിടക്കാൻ. നീ വുളൂവെടുത്ത്